ജെയിനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കെ ബാബു MLA കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. കാനായിലെ കല്യാണ വിരുന്നും ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ കള്ള് കച്ചവടവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കെ ബാബു സംസാരിച്ചത് നമ്മൾ നമ്മുടെ മീഡിയയിൽ ശക്തമായി അതിനെ എതിർത്തിരുന്നു. ഓരോ ദിവസവും നമ്മളിപ്പോ കെ ബാബുവിന് വ്യക്തിപരമായി നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല, ബാബുവിനോട് വിരോധവുമില്ല. അവിടെ ജീവിതത്തില് പൊതുജീവിതത്തില് ചിലപ്പം ആരുടേതെങ്കിലും വാക്കുകൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനൊരു വാക്കുകൾ ഉച്ചരിച്ചത്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പഴയ കാലം മുതലൊന്നും ശബ്ദിക്കാറൊന്നുമില്ല. കുറെ കാലങ്ങളായി ക്രിസ്ത്യാനികളെ സാംസ്കാരിക മേഖലകളെ നാടകങ്ങള് അല്ലെങ്കിൽ മിമിക്രി, സിനിമകള് എന്നീ വ്യത്യസ്തമായ വിഷയങ്ങളിൽ യേശു ക്രിസ്തുവിനെയും അല്ലെങ്കിൽ വിശുദ്ധരെയും വൈദികരെയും സന്യസ്തരെയും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കൂദാശ കർമ്മങ്ങളെല്ലാം അവഹേളിക്കാനായി ഈ വക മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പതാ നിയമസഭയിലെ കെ ബാബുവിന്റെ ഒരു പ്രസ്താവന കേരള രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ കേരള സർക്കാർ വിറ്റഴിക്കുന്ന കള്ള്, ആ കള്ളിൽ മായം ചേർക്കുന്നത് ആ രീതിയെ ഉപമിച്ചത് കെ ബാബു പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നിന് എന്ന വചനം വായിച്ചുകൊണ്ടാണ്. ഈ ദിവസങ്ങളെല്ലാം ജെയിനിസ് മീഡിയയും മറ്റ് ക്രൈസ്തവ ചാനലുകളെല്ലാം പ്രതികരിച്ചിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ മിസ്റ്റർ ബാബു ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു പത്രത്തിലെ, ഓൺലൈൻ പത്രത്തിലെ ഇങ്ങനെ പറഞ്ഞു: നിയമസഭയിൽ തന്നെ പ്രസംഗം വളച്ചൊടിച്ച് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ പറഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ ഭരണകക്ഷി ബോധപൂർവം ശ്രമം നടത്തുന്നു എന്ന് കെ ബാബു MLA. അത് നീചമായി ഈ നിലയിൽ ഇടതുപക്ഷികൾ പിന്മാറണമെന്നും ബാബു അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ വേദന ഉളവാക്കിയെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു. സത്യമായി ബന്ധമില്ലാത്ത പ്രചരണം നടത്തി ഏത് വിഷയത്തിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന ശൈലി ഇടതുപക്ഷം അവസാനിപ്പിക്കണം. ഏതെങ്കിലും മതവിഭാഗത്തെയോ വിശ്വാസത്തെയോ അധിക്ഷേപിക്കുകയോ അല്ല എന്റെ ശൈലി. എന്റെ പൊതുജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദൈവത്തിന് നന്ദി. ഇനി അങ്ങനെ സംഭവം ഉണ്ടാവുകയില്ല. ഇത് കെ ബാബു ഇപ്പൊ ഇടത് രാഷ്ട്രീയ പാർട്ടികള് അല്ലെങ്കിൽ ഇടത് മന്ത്രിമാര് അല്ലെങ്കിൽ ഇടത് MLA ഇത് ദുർവ്യാഖ്യാനിച്ചു എന്ന് താങ്കൾ പറയേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തില് നിങ്ങൾ നിയമസഭയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് തന്നെ തത്സമയം ഞങ്ങള് അല്ലെങ്കിൽ പൊതുജനം അത് കേൾക്കുന്നുണ്ട്. നിങ്ങളത് എഴുതി വായിച്ചതായിട്ട് ഞങ്ങളത് കണ്ടു. അതായത് ഭരണപക്ഷത്തിലുള്ള MLA-മാരോ മന്ത്രിയോ ഇത് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷെ ഇത് കേട്ട, ഞങ്ങള് ലൈവായിട്ട് കണ്ട് കേട്ട ഇത് സത്യമാണ്. ആരുടെമേലും ഞങ്ങൾ പഴിയാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കളോട് ഞങ്ങൾക്ക് ഇപ്പോ അഭിമാനം തോന്നുന്നു ഞങ്ങൾക്ക്. കാരണം ഈ ഒരു സംഭവം താങ്കൾക്ക് തെറ്റാന്ന് തോന്നി മാത്രമല്ല, ഇനി എന്റെ പൊതുജീവിതത്തില് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതവിശ്വാസികളെ സംബന്ധിച്ച് അതൊരു സന്തോഷ വാർത്തയാണ്. ഞങ്ങളുടെ വാക്കുകളാൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മീഡിയയിലൂടെ ഞങ്ങളുടെ വാക്കുകളാൽ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളെ വിമർശിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ BJP-യോ അല്ലെങ്കിൽ സിനിമാ ലോകത്തെയോ ആരെയും ഞങ്ങൾ വേദനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങളായിരിക്കുന്ന സഭ, ഞങ്ങളായിരിക്കുന്ന ദൈവവിശ്വാസങ്ങളെ വ്യത്യസ്ത രൂപത്തില് കുറെ നാളുകളായി ഇതൊരു അജണ്ടയായി മാറി മാറി പ്രയോഗിച്ചപ്പോൾ ഞങ്ങളുടെയുള്ള വ്യക്തികൾക്ക് ഉള്ളിലുള്ള ഒരു വികാരം, ഒരു വേദന അല്ലെങ്കിൽ ഒരു ഹൃദയത്തിന്റെ നോവ്
അതൊന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അമ്മേ, അപ്പം ഒരിക്കലും കൂടെ താങ്കൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ നാദിഷയുണ്ട്. ഈശോ എന്ന സിനിമ സംവിധായകനായ നാദിഷ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് ദിവസങ്ങളില് അത് കടന്നു വന്നു. പുള്ളിക്കാരന് വലിയ മാറ്റമൊന്നും കാണില്ല. പുള്ളിക്കാരൻ പോട്ടെ, ഞങ്ങളെ പുള്ളിക്കാരനോട് പ്രത്യേക വ്യക്തിപരമായ ദേഷ്യമൊന്നുമില്ല. ഒരാളോടും ഒരു സമുദായത്തോടും ഞങ്ങൾക്ക് വ്യക്തിപരമായ വിദ്വേഷമോ ദേഷ്യമോ ഇല്ല. ചില തീവ്രവാദ ചിന്തകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഇല്ലേ ഈ കാലഘട്ടത്തില് മയക്കമരുന്നിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മയക്കമരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇതിപ്പോ മതങ്ങള് കുഴപ്പമൊന്നുമില്ല. 19 വയസ്സുള്ളൊരു മകൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്ത്യൻ മകൻ തന്നെ ഈ മയക്കമരുന്ന് തന്നെ അടിച്ചിട്ട് എന്ന് തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചെന്ന് കണ്ടു. അപ്പൊ എല്ലാ മതവിശ്വാസികൾക്കും ഈ മയക്കമരുന്നും പ്രേമവും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുപാട് വ്യക്തികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു തലമുറ യുവജനങ്ങളാണ്. യുവജനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഇതിന് കാരണമാകുന്ന വ്യക്തികളെ നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തീവ്രവാദികളാണ് അല്ലെങ്കിൽ മത തീവ്രവാദമാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ട് അന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകളെ ഈ നാട് നന്നാവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില മുതലാളിമാരുടെയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെയോ കാശ് മേടിച്ചുകൊണ്ട് ഇങ്ങനെ ജനത്തെ നശിപ്പിക്കുന്ന രീതിയിലെ മാധ്യമ ലോകങ്ങളും രാഷ്ട്രീയവും സാംസ്കാരിക മേഖലകളും വളർന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഈ കാലഘട്ടം എല്ലാം നമ്മുടെ വിരൽ തുമ്പത്താണ്. എല്ലാം ഇല്ലേ, ഈ മൊബൈൽ, വേറെ ഒന്നും വേണ്ട നമുക്ക്. ടോർച്ച് മുതല് കമ്പ്യൂട്ടർ എല്ലാ സെറ്റപ്പും ഈ മൊബൈലുണ്ട്. അപ്പൊ ഒരു വാർത്ത കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് കൊണ്ട് നമുക്ക് വാർത്തകൾ ലോകത്തിന് എവിടെയുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ യുവ തലമുറയെ നശിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ശ്രേഷ്ഠകളും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും യുവജനങ്ങള് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെറുതെ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വിടരുത്. ഒരിക്കലൂടെ ബാബയമ്മലേക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതെ, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ വൈരാഗ്യോ വ്യക്തി വൈരാഗ്യോ ഇല്ലാന്ന് ഞങ്ങൾ ഒരിക്കലൂടെ പറയുന്നു. അമ്മേ.